എവിടെ നമ്മൾ പോയാലും ഒരു ഭയങ്കര മോഡലായിട്ട് നിങ്ങൾ കാണാറുണ്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും എല്ലാത്തിനും. 8000 സ്ക്വയർ ഫീറ്റ് വീട് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്സര പറഞ്ഞത് ഞങ്ങൾ ഇത് ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലതൊന്നുമില്ല. അതായത് സ്കൂൾ മുതൽ ഒപ്പം പഠിച്ചതാണ്. അപ്പൊ പരസ്പരം എല്ലാ കള്ളത്തരങ്ങളും അറിയാം, എല്ലാം പറയാറുണ്ട്. ഞാൻ കൂടെ പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. അതായത് പറയുന്നത് പറയും, പറയേണ്ടാത്ത പറയില്ല, അങ്ങനെ സംഗതി. എന്നാലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തായിരിക്കും? ഇഷ്ടം പോലെ മാറ്റിയെടുക്കണമെന്ന് ആലോചിക്കുന്ന ഒരു കാര്യം ആണോ? രണ്ട് ഇൻഡിവിജ്വൽസ് ഞങ്ങൾ സത്യത്തിനാണ് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പോകണം. ഞങ്ങൾക്ക് അങ്ങനെ പരസ്പരം മാറണം മാറ്റണം എന്നുള്ള സ്കീമൊന്നും ഞങ്ങൾക്ക് മൂന്നുമല്ല. എന്തായാലും എന്തായിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ തോന്നിയിട്ടുള്ളത്? മാറ്റാൻ പറ്റില്ല. ബിസിയാണ്, സ്നേഹ വർക്കിംഗ് ആണ്, ഞാനും അതിൽ ബിസിയാണ്. ഒന്നുമല്ലാതെ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ബിസിയല്ല, ഒന്നും അല്ലാതെ കൂടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ കൂടുതൽ തോട്ട്സ് വരുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ വിട്ട് നിൽക്കും, മാറി നിൽക്കും, പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ 2-3 വർഷം മറ്റേ ബിഗ് ബോസ് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് ഇതായപ്പോൾ ഞാൻ കുറേ അറ്റാച്ച്മെൻ്റ് ഒക്കെ പോയി. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. കുറേ കൊല്ലം പ്രേമിച്ചുകൊണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ റീസെൻ്റ്ലി പറയുന്നത് വൈഫിനെ കാണാൻ ഭയങ്കരമായിട്ട് ചേഞ്ചായി, ഭയങ്കര ക്യൂട്ടായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസുകൾ വരാം. 1,30,000 സംതിങ് രൂപയാണ് അതിൻ്റെ ചിലവ്. പൈസ ഞാൻ ആദ്യം പല വർഷം തൊട്ടൂട്ടറായിരുന്നു. ഇപ്പോൾ ഓക്കെ, അതുകൊണ്ടുള്ള മാറ്റമായിരിക്കാം. എല്ലാവരും ബ്യൂട്ടീഷ്യനാണ്. അമ്മ ബ്യൂട്ടീഷ്യനാണ്, ബ്യൂട്ടീഷ്യനാണ്. ഇപ്പോൾ അനിയത്തിയും ബ്യൂട്ടീഷ്യനാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? പരിപാടി അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. കാശുണ്ടാക്കണം, അല്ല ബിസിനസ് അങ്ങനെ എന്തെങ്കിലും. ബ്ലോഗിങ് തന്നെയാണോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? ബ്ലോഗിങ് ഒരു സൈഡ് അങ്ങനെ പോകും, ബിസിനസ് വേറെ സൈഡ് പോകും. സ്നേഹം വർക്കായിട്ട് വേറെ ഫ്യൂച്ചർ എന്താ വെച്ചാൽ കുട്ടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടെന്ന് വെക്കുന്ന കാര്യം? അല്ല ഇപ്പൊ വേണ്ടെന്ന് വെക്കാനുള്ളത് ജീവിതം ആഘോഷിച്ചോണ്ടിരിക്കേണ്ട അതാണ്. പിന്നെ നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട്